അപ്പോൾ നമ്മൾ കിച്ചണിലത്തെ വർക്കുകൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൻ്റെ മേലെ സൺസൈഡിൽ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് അവിടേക്ക് ഒന്ന് അടിച്ചു വാരി അവിടുത്തെ പൊടിയൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നമ്മുടെ കിച്ചണിലത്തെ ഒരുവിധ സാധനങ്ങളൊക്കെ ഒന്ന് താഴ്ത്തിക്ക് ഇറക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിലത്തെ പൊടി ഇതൊക്കെ ഒന്ന് തട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ സൺസൈഡിൻ്റെ മേലെ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ താഴത്തേക്ക്. അപ്പോൾ ആദ്യം മുകളിലത്തെ പണി അങ്ങോട്ട് ഒക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടിയിലത്തെ ഷെൽഫൊക്കെ വലിച്ചിടാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ മുകളിലത്തെ പണികളൊക്കെ കഴിക്കുകയാണ് കേട്ടോ വേഗം. അപ്പോൾ അതിലത്തെ മുകളിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ താഴത്തേക്ക് ഇറക്കി വെച്ചു. പിന്നെ ഗ്രൈൻഡർ മുകളിലിരിക്കും. അപ്പോൾ അതൊന്ന് കുറച്ച് അങ്ങോട്ട് നീക്കി വെച്ച് കൊടുത്തിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു, അതിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് എല്ലാ പൊടികളും ഇങ്ങോട്ട് നമ്മൾ കോരിയെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ മുകളിലത്തൊക്കെ ഒരുവിധം കോരിയെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അടിയിലത്തെ ഷെൽഫിലത്തെ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് നമ്മൾ താഴ്ത്തിക്ക് വെച്ചു. അപ്പോൾ അതൊക്കെ താഴ്ത്തിക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിയിലത്തെ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിയൊക്കെ തട്ടാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ വേറൊരു ഭാഗത്ത് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് മാറാനും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷെൽഫുകളൊക്കെ ഒരുവിധം കാലിയാക്കി കേട്ടോ. പിന്നെ അവിടെയൊക്കെ പൊടികളും മാറാനൊക്കെ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്ര അടിച്ചാലും പിന്നെയും ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെയും പൊടിയൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ എത്ര വൃത്തിയാക്കിയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പൊടി പെട്ടെന്ന് നമുക്ക് പൊടിയൊക്കെ പിടിക്കും. പിന്നെ വേഗം അതൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് അപ്പോൾ മോളെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ ഈ ഒരു പണിക്ക് നിന്നു കേട്ടോ. അപ്പോൾ കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് നിന്നു. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വലിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളും അങ്ങനെയൊക്കെ ഒഴിവാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ റേക്കുന്നൊക്കെ നമ്മൾ താഴ്ത്തിക്ക് വെച്ചു. നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാസ്കൊക്കെ ഇടാൻ മറന്നു പോയി കേട്ടോ. അപ്പോൾ ആ ടൈമിൽ പൊടിയൊക്കെ നമുക്ക് ഇങ്ങനെ മൂക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ടൈമിൽ നമ്മൾ മൂക്കൊക്കെ പൊത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ വേഗം ഷെൽഫിൽ കാര്യങ്ങൾ പിന്നെ പൊടി നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. പൊടിയൊന്നും എനിക്കങ്ങനെ പറ്റില്ല കേട്ടോ, അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ മൂക്കൊക്കെ കെട്ടി കൊടുത്തിട്ട് പിന്നെ വേഗം അതൊക്കെ ഒന്ന് അടിച്ചെടുത്തു. നമ്മുടെ കിച്ചണിലാണ് കേട്ടോ നമുക്ക് കൂടുതൽ പണികൾ വരുന്നത്. അപ്പോൾ അതൊക്കെ പൊടികളൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സോപ്പും പതൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുകയാണ് കേട്ടോ. അവിടെ കുറച്ച് അഴുക്കും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഭാഗം അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് എല്ലാ പണികളും തീർക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവിടെയും ഞാൻ നന്നായിട്ട് ഉരച്ച് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ഉരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ മക്കളവിടെ ഇങ്ങനെ വാശി പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ പോയിട്ട് മക്കളെ ഒന്ന് നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. നമ്മൾ സോപ്പും പൊടിയൊക്കെ ഇട്ട് നന്നായി ഉരച്ചതിന് ശേഷം പിന്നെ നമ്മൾ നല്ല വെള്ളമൊക്കെ എടുത്തിട്ട് പിന്നെ നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ മക്കൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ പറഞ്ഞയക്കും അതിൻ്റെ ഇടയിൽ. വേഗം പണികൾ തീരട്ടെ പറഞ്ഞിട്ട് നല്ല സ്പീഡിൽ ഞാൻ പണികളൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മുകളിലത്തെ ഷെൽഫൊക്കെ വേഗം നമ്മൾ നന്നായി തുടച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ അടിഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി ഉരയ്ക്കണം കേട്ടോ. നന്നായിട്ട് സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കരിയും ചളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കട്ടേന്ന്. അപ്പോൾ ഇതിന് നമ്മുടെ കിച്ചണിലത്തെ കുറച്ച് പണികളൊക്കെ അവിടെ പകുതിയിൽ വെച്ചിട്ടാട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്നിട്ട് ഡപ്പയും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ നന്നായിട്ട് ഉരച്ചെടുത്തു. നന്നായിട്ട് ചളിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. കരിയും ചളിയൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ അവളുടെ കൂടെ കൂടിയിട്ട് നന്നായിട്ട് ഉരച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഭാഗത്ത് അങ്ങോട്ട് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലേക്ക് ഞാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേഗം പണികൾ തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എന്തായി എന്നൊക്കെ. അപ്പോൾ അവളിങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ ചെമ്പരൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കുക. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ വേഗം അതൊന്ന് മേടിച്ചിട്ട് ഞാൻ വേഗം ലാസ്റ്റ് ഒന്ന് തുടച്ചു കേട്ടോ. നന്നായിട്ട് തുടച്ചെടുത്തു. നല്ല കരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് നമ്മൾ തുടച്ചെടുക്കാൻ.
അപ്പം നമ്മളിങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് ഇങ്ങനെ വൃത്തിയാക്കി വന്ന പിന്നെ വേഗം 2 ആളും ഉള്ള കാരണം നമുക്ക് വേഗം പണികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ഈ വർക്ക് ഏരിയയുടെ ഭാഗവും അടുപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ വർക്ക് ഏരിയ കംപ്ലീറ്റ് ആക്കി കേട്ടോ നമ്മൾ. അപ്പം നമ്മൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ ഒന്ന് തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നെല്ലാം കൂടി നടക്കില്ല. അപ്പം നാളെ നമുക്ക് ഈ ബോട്ടിലത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉണക്കാൻ വെക്കണം കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് ഒക്കെ സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ റാക്കും കാര്യങ്ങളൊക്കെ തുടച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ സിങ്കും പിന്നെ ഇവിടെ ഒന്ന് നന്നായിട്ട് സോപ്പ് ഇട്ടൊന്ന് ഉരയ്ക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് സോപ്പും കൂടി ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ നമ്മളവിടെ റാക്കിന്ന് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്ലാസ് ഐറ്റംസും കുറേ ഗ്ലാസിൻ്റെ പ്ലേറ്റുകളും ഒക്കെ നമുക്ക് പൊടി പിടിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകുകയാണ് കേട്ടോ. ഇതൊന്നും അങ്ങനെ ഡെയിലി യൂസ് ആക്കാറില്ല കേട്ടോ. ഇത് നമ്മൾ എപ്പോഴെങ്കിലും വല്ല റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ വരുന്ന ടൈമിലാണ് നമ്മളിങ്ങനെ ഇതൊക്കെ എടുക്കലുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ? കുറേ എടുക്കാത്ത പ്ലേറ്റുകളും ഗ്ലാസ്സുകളും ഒക്കെ ഉണ്ടാവൂലേ? അപ്പോൾ എല്ലാവരും ഒരേപോലെയൊക്കെ തന്നെ ആവും ഈ ഒരു കാര്യത്തിൽ. അപ്പം നമ്മളിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കുന്ന കാരണം ഇതിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ പ്ലേറ്റുകളൊക്കെ വെക്കണ സ്റ്റാൻഡ് അവിടെ കഴുകിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി ഇവിടെ ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ നമുക്ക് കിച്ചണിലേക്ക് അവിടെ മാറ്റണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് പണികളോടെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചൺ ഇനി കുറച്ചും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മിക്സിയൊക്കെ നന്നായിട്ട് തുടച്ച് വെക്കുകയാണ് കേട്ടോ. നമ്മുടെ ഗ്ലാസ്സൊക്കെ ഇതാ ഇവിടെ കഴുകി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ നമ്മൾ കിച്ചണിൽ സെറ്റാക്കി വെച്ചു കേട്ടോ എല്ലാതും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം പോയിട്ട് അടിച്ചു വാരി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ചു കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിലത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് സമയമായിട്ടോ. സമയം 6 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മളിനി ലാസ്റ്റ് തുടച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇനി കുളിക്കാനൊക്കെ കയറി നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. ബായ്.